യെസ്, ടീം BDS ഇതിനോടൊക്കെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ, നിയുക്ത മുഖ്യമന്ത്രി, സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയാണ്. അവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന മൈതാനത്ത് നടക്കുന്ന ഒരുക്കങ്ങൾ വീക്ഷിക്കാനായി, അത് വിലയിരുത്താനായി നിയുക്ത മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. മാത്രമല്ല നിയുക്ത മന്ത്രിമാരും അദ്ദേഹത്തോടൊപ്പം അവിടെയുണ്ട്. ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയത്തിലേക്കിലെയും നമുക്ക് മുഖ്യമന്ത്രിക്കൊപ്പം കാണാം. നാളെ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിക്കുക. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഒരുക്കിയ പ്രത്യേക വേദിയിൽ സമ്പൂർണ്ണ മന്ത്രിസഭ നാളെ, കേരളത്തിൻ്റെ പുതിയ സമ്പൂർണ്ണ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇപ്പോൾ സുനിൽ ഐസക് ചേരുകയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന്. സുനിൽ, നിയുക്ത മുഖ്യമന്ത്രി ഇപ്പോൾ അവിടെ എത്തി. അദ്ദേഹം അവിടെ കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായോ? കേൾക്കാം സുനിൽ. അവിടുത്തെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ? മുഖ്യമന്ത്രി അവിടെ എത്തി കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട്. അല്പസമയം മുമ്പാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സ്വീകരിച്ചു. ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സജ്ജമാക്കിയിട്ടുള്ള വലിയ വിശാലമായ പന്തൽ അദ്ദേഹം പരിശോധിക്കുകയാണ്. അവിടെ അദ്ദേഹം സന്ദർശനം നടത്തുകയാണ്. ഇപ്പോൾ വേദിയുടെ ഭാഗത്താണ് VD സതീശനുള്ളത്. അവിടെ നമുക്കറിയാം വലിയ കർശനമായ നിയന്ത്രണങ്ങളാണ് നാളെ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 3 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും വിജയ് പങ്കെടുക്കുന്നില്ല എന്നറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര, ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാരാണ് പങ്കെടുക്കുന്നത് ചടങ്ങിൽ. എന്തായാലും അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് VD സതീശൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഇതിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന് വിശദമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തെ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും നാളെ രാവിലെ 10 മണിക്കാണ് നമുക്കറിയാവുന്നതുപോലെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഏതാണ്ട് 30,000-ലധികം പേർക്ക് ഇരിക്കാവുന്ന വലിയ വിശാലമായ പന്തലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വേദിയിൽ മുഖ്യമന്ത്രിയും ഗവർണറും മന്ത്രിമാരും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന കർശനമായ നിർദ്ദേശം ഗവർണറുടെ ലോക്ഭവനിൽ നിന്ന് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിമാരടക്കമുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികൾ എല്ലാവരും താഴെ സദസ്സിലായിരിക്കണം, സജ്ജീകരിച്ചിട്ടുള്ള സദസ്സിലായിരിക്കണം ഇരിക്കേണ്ടത് എന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെയോടുകൂടി ഇതിന്റെ ജോലികൾ പൂർണ്ണമായും പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഒരുക്കങ്ങളാണ് VD സതീശൻ ഇപ്പോൾ വീക്ഷിക്കുന്നത്. ശരി, എന്തായാലും ഒരുക്കങ്ങൾ അവിടെ തകൃതിയായി നടക്കുകയാണ്. അത് വിലയിരുത്താൻ, കാര്യങ്ങൾ അന്വേഷിക്കാൻ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ചീഫ് സെക്രട്ടറി ഉണ്ട്, നിയുക്ത മന്ത്രിമാരുണ്ട്.